അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറ ഹബീബിന്റെ മുത്തുമണിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു സന്തോഷം അല്ലാഹു നൽകട്ടെ. വളരെ സന്തോഷമുള്ളൊരു വോയിസ് ആണെന്ന് ഇടുന്നത്. എന്താ അറിയോ, ഒരു ഉമ്മയുടെ സങ്കടം മകന് വല്ലാത്ത, കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്, കോഴിക്കോട് ഭാഗത്ത് നിന്നാണ്. ഒരുമ്മയെ തൻ്റെ മകനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ഭയങ്കര ദേഷ്യം, പ്രഷർ, വീട്ടിലെല്ലാ ദിവസവും പ്രശ്നങ്ങളാ, സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത സങ്കടത്തിലായി കുടുംബക്കാരും എല്ലാവരും ആ പൊന്നുമോൻ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. വീട്ടിലും പ്രശ്നങ്ങൾ, എന്ത് ചെയ്തിട്ടും അവൻ്റെ ദേഷ്യം മാറുന്നില്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അയൽവാസിയായ സഹോദരി നമ്മളെ മജ്‌ലിസിൻ്റെ പവിത്രത പറഞ്ഞു കൊടുത്തു. സ്വലാത്തുൽ ഫാത്തിഹയുടെ ഇജാസത്ത് വാങ്ങി ഈ മജ്‌ലിസ് കാണാൻ തുടങ്ങി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത നിഅമത്ത് എന്താ എന്നുള്ളത് അവർ തന്നെ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പൊന്നോർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ മകൻ അല്ലാഹു റഹ്മത്ത് നൽകട്ടെ, ആ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അസ്സലാമലൈക്കും തങ്ങളുപ്പാപ്പ. എൻ്റെ മകൻക്ക് ദേഷ്യം, ഉറപ്പ്, ഈറിയൊക്കെ എന്നെ കണ്ടൂടേനി. അതൊക്കെ ഇപ്പം ഈ നിങ്ങളടുത്തുനിന്ന് ഇജാസിയത്ത് വാങ്ങിയതിൻ്റെ ശേഷം 2 ദിവസം കൊണ്ട് മാറ്റം വന്നു. എൻ്റെ പെരക്കാരൻ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ മാറ്റം വന്നിക്കണേ, ഒരു സൈലൻറ്റിലായിന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇത് ലൈവിൽ പറഞ്ഞ് അറിയിക്കണം. എന്താ വെച്ചാൽ അത്രക്ക് എനിക്ക് ഒരു ഇത് കിട്ടിയ, നിധി കിട്ടിയ മാതിരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഫാത്തിഹ സലാത്തിൻ്റെ ബർക്കത്തോണ്ട് നിങ്ങളാ എന്താണ് മജ്‌ലിസിൻ്റെ ഒരു ഇതാണത്. അത് നിങ്ങൾ ലൈവിൽ പറഞ്ഞ് അറിയിച്ചാൽ. എന്നാലും അൽഹംദുലില്ലാ, ഇനി എൻ്റെ മോൻക്കൊരു വിസ അല്ല, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഡിഗ്രീൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ശരിയാകാൻ. അതിനാണ് ഞാൻ ഇനി നിയ്യത്ത് ചെയ്തിരിക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ മകൻക്ക് അതൊന്ന് ശരിയായി കിട്ടാൻ ദുആ ചെയ്യണം നിങ്ങൾ. എത്രയും പെട്ടെന്ന് ശരിയായി. ഞങ്ങൾ 8 മാസമായി അതിന് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം ഇത് ശരിയായി, ഇത് മാതിരി തന്നെ ശരിയായി കിട്ടാൻ അള്ളാഹുവിനോട് പറയുന്നുണ്ട്.